കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണരുവാൻ സർവശക്തനായ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശു മുഖ്യ ഇടയൻ ഓരോ ആടിനെയും അറിയുന്നു എന്നുള്ളതാണ് തലേക്കെട്ടിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനാധാരമാക്കി ഒരു വാചനം ഇവിടെ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധത്തിൽ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വായിച്ചതായ വേദവാക്യം, ഇതിന് പശ്ചാത്തലം, ഇതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. യേശു ഉപമകളായിട്ട് ജനങ്ങളോട് പറഞ്ഞതായ ഓരോ വാക്യങ്ങളാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ അനേക ഉപമകളുണ്ട്. സ്വർഗരാജ്യത്തെ പറ്റിയും ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ഓരോരോ ദൈവത്തിന് സ്തോത്രം അനേക ഉപമകളിൽ കൂടെ സ്വർഗത്തിന് ദൈവം അനേകരോട് സംസാരിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഉപമകൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്തതായ അനേകരും അതിന്റെ പൊരുളുകളെ തിരിച്ച് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ അവൻ പോകുന്നിടത്ത് വചനം കേൾക്കുവാൻ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ഒക്കെ യേശുവിന്റെ വചനം കേൾക്കുവാൻ അവിടെ ചെന്നു. യേശുവിന്റെ വചനം കേട്ടവർ പലരും പരീശന്മാര് പറഞ്ഞു, അതേ യേശു പാപികളോടും ചുങ്കക്കാരോടും കൂടെ അവരോടും കൂടെ വസിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോടും കൂടെ പാർക്കുന്നു എന്നൊക്കെ യേശുവിന്റെ മേൽ പഴിചാരുവാനിടയായി. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5:12 പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പക്ഷേ യേശു അധികം സ്നേഹിച്ചത് പാപികളെയാണ്. പക്ഷെ പാപത്തെ മാത്രമേ യേശു വെറുക്കുന്നുള്ളൂ. പക്ഷെ പാപിയെ കർത്താവായ യേശു ക്രിസ്തു വെറുക്കുന്നില്ല. അവരെ യേശുവിലേക്ക് കടന്നു വരുവാനാണ്. അപ്പോൾ യേശു പാപികളോടുകൂടെ വസിക്കുന്നുവെന്ന് പലരും അവനെ, ദൈവത്തിന് സ്തോത്രം, ഒരു കുറച്ചിലായിട്ട് കാണുമ്പോൾ യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് ഒരു 100 ആടുണ്ടായിരിക്കട്ടെ, അതിൽ 100 ആടിൽ ഒരു ആട് കാണാതെ പോയാൽ നിങ്ങൾ 99 വിട്ടിട്ട് നിങ്ങൾ ഒരാടിനെ തിരക്കി പോകുന്നു. അതിനെ കണ്ടുകിട്ടി അതിനെ മടക്കി കൊണ്ടുവരുമ്പോൾ അവർ വലിയ സന്തോഷത്തിലായിരിക്കുന്നു. വലിയ സദ്യയൊക്കെ ഒരുക്കി വലിയ സന്തോഷം പങ്കുവെക്കുന്ന അനുഭവം യേശു പറയുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു പാവിയെ തെരഞ്ഞു പോകുമ്പോൾ ആ പാവി മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ വലിയൊരു സന്തോഷമാണ് അവിടെ ഉൾക്കൊള്ളുന്നത്. സ്വർഗം അപ്പോൾ സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആത്മീയ കോളത്തിലെ 100 ആടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഒരാട് തെറ്റിപ്പോയാൽ ഒരിക്കലും ഒരു ഇടയൻ ഒരാടിന്റെ പിന്നാലെ പോകത്തില്ല. പിന്നെയോ ഈ 99 വെച്ച് ദൈവത്തിന് സ്തോത്രം മേയിച്ച് തീറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അങ്ങനെ അന്നേക്കാലത്ത് യേശു ക്രിസ്തു പറഞ്ഞ ഉപമ അങ്ങനല്ല. ഒരു പാവി, ഒരു ആത്മാവി സർവ്വലോകത്തെക്കാളും വലിയതാണ്. അതുകൊണ്ട് ആ ഒരു പാവിയെ തിരക്കിയാണ് യേശു പോയത്. അതിനെ കണ്ടുകിട്ടുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇടയന്മാർ 99 ഇട്ടേച്ച് ഒന്നിന്റെ പുറകെ പോയി കഴിയുമ്പോൾ തിരിച്ചു മടങ്ങി വരുമ്പോൾ ഈ 99 എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. കാരണം അനുസരണമില്ലാത്ത ആടുകൾ ഉള്ളിടത്തെല്ലാം എന്താണ്, തെറ്റി പിരിഞ്ഞിങ്ങനെ പോകുന്നതായ ഒരു അനുഭവമാണ്. എന്നാൽ അന്ന് കർത്താവായ യേശു ക്രിസ്തു 99 വിട്ടേച്ച് പോകുമ്പോൾ അവര് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവരെങ്ങോട്ടും പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ടാണ് ഒരാടിന്റെ പിന്നാലെ പോയത്. ഇന്ന് ഒരാടിന്റെ പിന്നാലെ പോകത്തില്ല. ഭൂരിപക്ഷം എവിടെ കിടക്കുന്നുവോ അവിടെ ഒതുങ്ങിക്കൂടുവാനാണ് ഇന്നത്തെ ഇടയന്മാർ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, പാപികൾ മാനസാന്തരപ്പെടുകയാണ് യേശുവിന്റെ ഏക ഉദ്ദേശം. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ പാപികൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് തന്നിരിക്കുന്നത്. അതിനെ ദൈവത്തിന് സ്തോത്രമായതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ പാപത്തിൽ നിന്ന് വിടുതല പ്രാപിക്കുന്നവരായി തീരണം. നമുക്കറിയാം, ഒരപ്പന് 2 ആമക്കൾ ഉണ്ടായിരുന്നു. ആ 2 ആമക്കളിലെ ഒരാള്
വിദേശത്തേക്ക് പോയി അപ്പനിൽ നിന്നുള്ള കിട്ടാനുള്ള വീതമൊക്കെ വാങ്ങി എല്ലാം വാങ്ങി അവൻ ലോകം കാണാനായിട്ട് ഇറങ്ങി തിരിച്ചു. ലോകം കാണാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അനേക കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പേഴ്സിന്റെ കലവും പോക്കറ്റും കാലിയായപ്പോൾ പേഴ്സും കാലിയായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ കൂട്ടുകാരെല്ലാം അവനെ ഇട്ടിട്ട് പോകുവാനിടയായി തീർന്നു. അപ്പോൾ അവന് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തൊരവസ്ഥയിൽ പന്നിയെ മേയ്ക്കുന്ന യോനിയും പന്നിക്ക് കൊടുക്കുന്ന വാളകരെയും ഒക്കെ കഴിച്ച് പോകുമ്പോൾ അവൻ ഒരു പ്രാവശ്യം ഓർത്തു, എന്റെ അപ്പന്റെ ഭവനത്തിൽ വേലക്കാരെ കഴിച്ച് കളയുന്ന ഭക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കഴിച്ച് തൃപ്തരാവൻ. പക്ഷേ അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാനിടയായി തീർന്നു. അവൻ ഓർത്തു, അവന്റെ അപ്പന്റെ ഭവനം ഓർത്തു. അപ്പോഴേ അവനൊരു അവന്റെ മടങ്ങി വരവ് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു? അവന്റെ അപ്പൻ. അവന്റെ ദൂരവേ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് അന്ന് വലിയൊരു സദ്യ നടത്തി അവന് പുതിയ ചെരുപ്പും പുതിയ വസ്ത്രങ്ങളും പുതിയ മോതിരവും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു വലിയ ആഡംബരമായിരിക്കുന്ന ഒരു സന്തോഷം അവിടെ പങ്കുവെക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഒരുവൻ തെറ്റിപ്പോയാൽ അവൻ മടങ്ങി വരുന്നതിന് വേണ്ടി നമ്മുടെ പിതാവ് നോക്കിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ പിതാവ്, ദീർഘക്ഷമയുള്ളവൻ. നീ എന്തൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി അതെല്ലാം നഷ്ടമായാലും ശരി, നീ അതൊന്നും കാര്യമാക്കാതെ മടങ്ങി വരുന്ന ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ പാപജീവിതത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ, അഥവാ ഒരു പാപിയായ മനുഷ്യൻ ആയിരിക്കുന്നുവെങ്കിൽ അവന്റെ മടങ്ങി വരവിന് വേണ്ടി കാലങ്ങൾ അഥവാ മനുഷ്യൻ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ നോക്കി നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവനെ സ്വീകരിച്ചുകൊണ്ട് അവനെ ദൈവത്തിന് സ്തോത്രം, അവനെ ആലിംഗനം ചെയ്യുവാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ പാപത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഒരു മടങ്ങി വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തങ്ങൾക്ക് തന്നെ നിർമ്മലമായിരിക്കേണ്ടതിന് തന്നെ ദൈവത്തിന് സ്തോത്രം, ആ നിർമ്മലീകരിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു അവന്റെ അവസാനത്തിൽ രക്തം വരെയും നമുക്ക് തന്നത്. ആയതുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ നിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും കർത്താവെ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു തെറ്റിപ്പോയ ഒരു വഴിയുണ്ടെങ്കിൽ ആ വഴിയിൽ നിന്ന് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനം ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയുന്നു. കർത്താവ്, ഈ വചനത്തിൽ കൂടെ വിശ്വസിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കൃപ നൽകണം. കേട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും.